ദേവേട്ടാ, ഇവര് മൂന്നുപേരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുക. ഇവരിവിടെ നിൽക്കാൻ പാടില്ലെന്നാ അമ്മയും പ്രേങ്ങി കൽപ്പിച്ചിരിക്കുന്നത്. മാഡം, ഒരു മിനിറ്റ് ഒന്ന് നിൽക്കണേ. എന്താ മോളെ? ഞങ്ങൾ ഇവിടെ നിന്ന് പോവാ അച്ഛാ. പോവേ? ജയഭാരതി മുത്തശ്ശിക്ക് ഇവിടെ നിൽക്കാൻ അർഹതയില്ലെന്ന് മുത്തശ്ശിയും പ്രിയങ്കയും പറഞ്ഞു. അത് കേട്ടപ്പോ വരൻ മുത്തശ്ശിയുടെ കൂടെ ഇറങ്ങാൻ തുടങ്ങി. പിന്നെ ഞാൻ മാത്രമായിട്ട് ഇവിടെ നിൽക്കുന്നത് ശരിയല്ലല്ലോ. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ എന്റെ അനുവാദം ഇല്ലാതെ പറ്റുമോ? പറ്റുമോ മോനെ? പറഞ്ഞു വിലക്കാനൊന്നും നോക്കണ്ട. ഇവര് മൂന്നുപേരും ഇവിടുന്ന് ഇറങ്ങിയേ പറ്റൂ. അയ്യോ മാഡം, നിങ്ങൾ സിനിമാ ഷൂട്ടിങ്ങിന്റെ പൂജയ്ക്ക് വേണ്ടി എന്നെ ക്ഷണിക്കാൻ വന്നതാണെങ്കിൽ അത് എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടാൽ അതെനിക്ക് പിടിക്കില്ല. എന്ത് പറ്റിയടാ നിനക്ക്? കൂടുതലൊന്നും പറ്റാതിരിക്കാനാ നോക്കുന്നത്. എന്തായാലും സുകുമാരി മാഡം പ്രിയങ്ക മാഡം വന്ന കാര്യം കഴിഞ്ഞെന്നാ എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോ രണ്ടുപേർക്കും ഗേറ്റിന്റെ പുറത്തേക്ക് ഇറങ്ങാം. എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ രണ്ടുപേർക്കും? ഈ നിൽക്കുന്നവര് ഞാൻ എന്റെ പ്രാണനെ പോലെ ചേർത്ത് പിടിച്ച 3 പേരാണ്. അവരെവിടുന്ന് ഇറക്കി വിടണമെങ്കിൽ നിങ്ങളൊരു 100 ജന്മം കൂടി ജനിക്കേണ്ടി വരും. അമ്മേ, പ്രിയങ്കയുടെ കയ്യിലെ കോടികൾ കണ്ടപ്പോ അമ്മ ചിലപ്പോ അന്തസ്സും അഭിമാനമൊക്കെ മറന്നിട്ടുണ്ടാവും. പക്ഷെ ദേവനാരായണൻ തിരുമേനി കുടുംബത്തിന്റെ അർദ്ധപട്ടിണിക്കൊപ്പമാണ് ആ അന്തസ് കണ്ടത്. കൽപ്പന നിക്ക്. എന്താ ഗൗതം, എന്നെ ചതിച്ച് മതിയായില്ലേ? എപ്പോഴാ ചതിച്ചത്? ഞാൻ പറഞ്ഞ ആഗ്രഹം കൽപ്പന ചെയ്യാൻ തയ്യാറാവാതിരുന്നപ്പോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിന്റെ കഴുത്തിൽ ഞാനൊരു താലി കെട്ടണമെന്നുള്ളത് എന്റെ ആഗ്രഹമായിരുന്നോ അതോ നിന്റെ ആഗ്രഹമായിരുന്നോ? നീ എന്നെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിരുന്ന കാലത്ത്, മറ്റെല്ലാം വിട്ട് എന്നോട് ജീവിക്കാൻ തയ്യാറായിരുന്ന കാലത്ത്, നിന്റെ കഴുത്തിൽ ഞാനൊരു താലി കെട്ടണമെന്ന് അന്ന് നീ വാശി പിടിച്ചു. അന്ന് ഞാൻ നിന്നോട് എന്താ പറഞ്ഞേ? സാഹചര്യങ്ങളെല്ലാം ഓക്കെ വരുമ്പോ ഞാനത് ചെയ്യുന്നു. ഇപ്പോ സാഹചര്യങ്ങൾ ഓക്കെയാണ്, എന്നിട്ട് നീ എന്താ സമ്മതിക്കാതിരിക്കുന്നേ? അതുകൊണ്ട് മാത്രമാണ് എനിക്ക് അമ്മയുടെ മുമ്പിൽ അങ്ങനെ ഒരു നാടകം കളിക്കേണ്ടി വന്നത്. ഇല്ലായിരുന്നെങ്കിൽ നിന്റെ കൈ പിടിച്ച് ഞാൻ അമ്മയോട് പറയുമായിരുന്നു, ഇത് കണിമംഗലത്തിന്റെ അവകാശിയായ കൽപ്പനയാണെന്ന്. എനിക്ക് ഈ കുടുംബത്തിലുള്ള സകല അവകാശങ്ങളും നിനക്കും ഉണ്ടെന്ന്. എനിക്കതൊന്നും വേണ്ട ഗൗതം. എന്നെ ഇനി ശല്യപ്പെടുത്താതിരുന്നാൽ മാത്രം മതി. അത് മാത്രം എന്നെ കൊണ്ട് സാധിക്കില്ല കൽപ്പന. നിന്നെ കണ്ടാൽ ഞാൻ ശല്യപ്പെടുത്തി പോവും. അത് നീ എനിക്ക് തന്നിട്ടുള്ള സ്നേഹത്തിന്റെ മിടുക്ക. അത് പോട്ടെ, നമ്മൾ പരസ്പരം തർക്കിക്കേണ്ട ഒരു കാര്യമില്ല. അന്ന് അമ്മയുടെ മുമ്പിൽ വെച്ച് മുടങ്ങിപ്പോയ താലികെട്ട് നമുക്ക് ഒരിക്കൽ കൂടെ നടത്തണ്ടേ? വേണ്ട. വേണം. ഇവിടെ തൊട്ടടുത്തൊരു ശിവക്ഷേത്രം ഇല്ലേ? നാളെ രാവിലെ 9:30 നല്ലൊരു മുഹൂർത്തമുണ്ട്. അവിടെ പോയി നമുക്ക് താലി കെട്ടാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ശബ്ദമുയർത്തരുത്. കണിമംഗലത്തിനകത്ത് ശബ്ദമുയർത്താനുള്ള നിന്റെ സ്വാതന്ത്ര്യമൊക്കെ അവസാനിച്ചു. ഇനി ഞാൻ പറയും, കൽപ്പന അനുസരിക്കും. നാളെ രാവിലെ 9:30 ആ ക്ഷേത്രത്തിൽ നീ ഉണ്ടായിരിക്കും. ഗൗതം, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇനി അതിനൊന്നും എനിക്ക് താല്പര്യമില്ല. ഇനി ഒന്ന് വിട്ടേക്ക്. നിന്നോട് എനിക്ക് താല്പര്യമില്ലാന്ന് ഇനി ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനായാലും അമ്മയായാലും നിന്നോട് ഇവിടുന്ന് ഇറങ്ങാനായിരിക്കും പറയുക.
കണിമംഗലത്ത് നിന്ന് ഇറങ്ങിയ സ്വന്തം വീട്ടിൽ പോലും നിന്നെ കേറ്റില്ല. പതുക്കെ. പണിയൊക്കെ ഒതുക്കിയോ? കഴിഞ്ഞിട്ടില്ല മുത്തശ്ശി. എന്നാലും ഒരു 10 മിനിറ്റ് മുത്തശ്ശിയുടെ അടുത്തിരിക്കാന്ന് കരുതി. മുത്തശ്ശിയുടെയും പ്രിയങ്കയുടെയും വരവ് വലിയ സങ്കടമായല്ലേ? അവറ്റകൾ നന്നാവില്ലെന്നെ, ഒരു കാലത്തും നന്നാവില്ല. ഈ മറ്റുള്ളവർ കരയുന്ന കണ്ടിട്ട് എന്ത് സന്തോഷം കിട്ടാനാ? എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. മുത്തശ്ശി, അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുക. ഓടി അവിടുന്ന്. എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്കൊരു നാണക്കേടും തോന്നുന്നില്ല. സുകുമാരിയും പ്രിയങ്കയൊക്കെ ചിലപ്പോ ഇനിയും വരും. എന്റെ മുമ്പിൽ നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങള് സംസാരിക്കുകയും ചെയ്യും. പക്ഷേ ഇന്നലെ ഇറങ്ങാൻ ശ്രമിച്ചതുപോലെ ഇനി ജയഭാരതി ഇറങ്ങില്ല. കാരണം എന്താ? നിന്റെ അച്ഛൻ ദേവനാരായണൻ തിരുമേനിയുടെ ഒരു വാക്ക് എന്നെ കാണുന്നത് അമ്മ തന്നെയായിട്ടാണെന്ന് പറഞ്ഞില്ലേ? വരുണിനെ കാണുന്നത് എങ്ങനെയെന്ന് പറഞ്ഞില്ലേ? എത്ര ആയുസ് ജനിച്ചു തീർത്താലാടി അത്രയും വലിയൊരാളിൽ നിന്ന് അങ്ങനൊരു വാക്ക് കേൾക്കുക? മുത്തശ്ശി, കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം കണിമംഗലത്ത് നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് നിന്നത് ഭാഗ്യമായി എന്നാ ഞാൻ കരുതുന്നത്. സ്നേഹിക്കാൻ അറിയാവുന്ന മനുഷ്യരുടെ കൂടെ നിൽക്കുന്നതിനേക്കാൾ വലിയൊരു സ്വർഗം ഈ ഭൂമിയിലില്ല. മോളുടെ അച്ഛനും അമ്മയ്ക്കും സ്നേഹത്തിന്റെ വില നന്നായിട്ടറിയാം. അവര് പഠിപ്പിച്ചതുകൊണ്ട് നിനക്കും